കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള പ്രഭാത വചന ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ സന്തോഷം. ദൈവത്തിന്റെ നാമത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു. എല്ലാ പ്രഭാതങ്ങളിലും നാം കേൾക്കുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഏവരുടെയും ആത്മീയ ജീവിതത്തെ നവീകരിക്കുവാനും, നിങ്ങളെ ആത്മാവിൽ ഉണർത്തുവാനും, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനും, ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുവാനും ഇടയായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങൾ നാം പഠിച്ച ചിന്തകൾ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. നാം അതിനോട് വായിച്ച പാഠഭാഗം വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 5-7 വാക്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. യേശുവിന്റെ മേൽ നമ്മുടെ ജീവിത ഭാരങ്ങളും ചിന്താകുലങ്ങളും ദിനംതോറുമുള്ള ജീവിത ആവശ്യങ്ങളും ദൈവത്തിന് മേൽ അർപ്പിക്കുവാൻ ഇവിടെ അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നാം സുവിശേഷ ഭാഗങ്ങൾ ദർശിക്കുമ്പോൾ പത്രോസിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ തന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും വളരെ വ്യക്തമായി ഇവിടെ പത്രോസ് എഴുതുന്നത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ പോറ്റിപ്പുലർത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ ആവശ്യകതയിൽ പ്രവർത്തിപ്പാൻ നിങ്ങളുടെ സഹായിയായി തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. തന്റെ ജീവിതത്തിൽ അപ്രകാരം സംഭവിച്ചു. ഒരിക്കൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ താൻ നിൽക്കുമ്പോൾ അന്ന് രാത്രി മീൻ പിടിക്കുവാൻ ആ തീരത്ത് വന്ന കടലിൽ അധ്വാനിച്ച എല്ലാ മുക്കുവർക്കും, എല്ലാ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവർ പടക് നിറച്ച് മീൻ കിട്ടി. എന്നാൽ പ്രഭാതത്തിൽ നിസ്സഹനായി ശൂന്യമായി പടകുമായി കടലിൽ നിന്ന് ഒന്നും പിടിക്കാൻ കഴിയാത്ത വലയുമായി മനോഭാരത്തോടെ അന്നത്തെ ഉപജീവനം ഏകദേശം മുടങ്ങിപ്പോയ അവസ്ഥയിൽ താൻ ഭാരത്തോടെ വല കഴുകി പടക് കരക്കടുപ്പിച്ച് തിരിച്ചു പോന്ന സമയത്താണ് അരുമനാഥനായ ക്രിസ്തു ആ പടകിൽ കയറുവാൻ തന്നോട് അപേക്ഷിച്ചത്. ആ അപേക്ഷ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആജ്ഞയായിട്ട് മാറി. എന്താണ് അവിടെ സംഭവിച്ചത്? ശിമോൻ മീൻ പിടിച്ചു, ധാരാളം കിട്ടി. അവിടെ എഴുതിയിരിക്കുന്നത് വല കീറുമാറായി, പടക് മുങ്ങുമാറായി. കൂടുള്ള മീൻപിടുത്തക്കാർക്ക് പോലും അത്ഭുതം തോന്നുമാറ്, പത്രോസിന് സംഭ്രമം തോന്നുമാറ് ഒരു ദൈവിക ഇടപെടൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ, ജീവിതത്തിലെ ഏകാന്തതയിൽ, നിരാശബോധം ഉള്ളിൽ കൂടുമ്പോൾ, നിങ്ങളുടെ കൈകൾ കുഴയുമ്പോൾ, നിങ്ങൾ വിഷമത്തിലാകുമ്പോൾ, നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, നിങ്ങൾ ചെയ്ത പ്രയത്നങ്ങളൊക്കെ നിഷ്ഫലമായി തീരുമ്പോൾ അവിടെ എൻ്റെ കർത്താവിനെ ഇടപെടുവാൻ കഴിയും. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ വലയിട്ട് പരാജയപ്പെട്ട അതേ സ്ഥലത്ത്, നിങ്ങൾ പിന്മാറിപ്പോകുന്ന അതേ സ്ഥലത്ത്, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത്, ഇനി ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് ഇടപെടുവാൻ കഴിയുന്നു. എന്റെ വിഷയം ശിമോൻ പത്രോസിന് കിട്ടിയ മീനോ അല്ലെങ്കിൽ പടക് മുങ്ങുമാറായതിനെ കുറിച്ചോ ഇവിടെ ഉണ്ടായ സമൃദ്ധിയെ കുറിച്ചോ ഒന്നുമല്ല. ഏത് മുക്കുവിനെ സംബന്ധിച്ചും ഇത്രമാത്രം മീൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത, കടലിൽ പോയി മീൻ പിടിച്ചാൽ മീൻ പോയി വിൽക്കണം, മീൻ വിറ്റാൽ കാശ് കിട്ടും, രൂപ കിട്ടും, പണം കിട്ടും, ഉടനെ അത് ലാഭമായി കണക്ക് കൂട്ടും. ഇവിടെ ശിമോന് ലാഭവും നോക്കുന്നില്ല, ലഭിക്കാവുന്ന സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയും പോയി. തനിക്ക് ഇന്ന് ലഭിച്ച വരുമാനത്തെ കുറിച്ചുള്ള തന്റെ എല്ലാവിധമായ കണക്കുകൂട്ടലിനപ്പുറത്ത് താൻ തിരിച്ചറിഞ്ഞത് താൻ പാപിയാണെന്നാണ്. എന്തുകൊണ്ട്? പത്രോസിന് ആവശ്യം മീനായിരുന്നെങ്കിലും തനിക്ക് ലഭിച്ചത് ക്രിസ്തുവിനെയായിരുന്നു. എന്താണ് പറയുമ്പോൾ ഇവിടുത്തെ ചിന്ത? ശിമോന്റെ ഭൗതിക ആവശ്യത്തിൽ കൂടി യേശു തന്നെ രൂപാന്തരത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, പുതുമനുഷ്യനാക്കി, പുതിയ സൃഷ്ടിയാക്കി, താൻ പാപിയാണെന്ന് താൻ സ്വയം ഏറ്റുപറയുന്ന ഒരു തലത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ഭൗതിക ആവശ്യങ്ങളും ജീവിതത്തിന്റെ പോരായ്മകളും കുറവുകളും പരിഹരിക്കപ്പെടേണ്ട ഏതെങ്കിലും വിഷയം എനിക്ക് നിങ്ങൾക്കുള്ളപ്പോൾ തന്നെ എന്താണ് കർത്താവ് ചെയ്യുന്നത്? അതിൽ കൂടി നിങ്ങളെ ആത്മമണ്ഡലവുമായിട്ട്, സ്വർഗീയമായതുമായിട്ട്, നിത്യമായതുമായിട്ട്, നിലനിൽക്കുന്നതുമായിട്ട്, വചനവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. പത്രോസിന് മീൻ കിട്ടി, വാസ്തവമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ശിമോന് കിട്ടിയത് യേശുവിനെയാണ്. പത്രോസ് മീൻ പിടിച്ചെങ്കിലും ശിമോൻ പിടിച്ചത് യഥാർത്ഥ മീനല്ല. ശിമോൻ മനുഷ്യമീനുകളെ പിടിക്കുവാൻ ദൈവം അവനെ പരിശീലിപ്പിക്കുവായിരുന്നു. ശിമോൻ പത്രോസിന് മീൻപിടുത്തത്തിൽ ധാരാളം മീൻ കിട്ടിയ കാര്യം നാം എല്ലാം പ്രസംഗിക്കാറുണ്ട്. പക്ഷെ കർത്താവ് വന്ന് പിടിച്ചത് ശിമോനെ പിടിച്ചു. ഒരു വലിയ ദൈവിക ഇടപെടൽ, ഒരു വലിയ ദൈവിക പ്രവൃത്തി. ഇതാണ് പ്രിയമുള്ളവരെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ. നമ്മളൊരു ഭൗതിക ആവശ്യം, ജീവിത ഭാരങ്ങള്, ഉപജീവന മാർഗങ്ങൾ, തൊഴിൽ വിഷയങ്ങള്, നാളെക്കുറിച്ചുള്ള ആവശ്യങ്ങള്, കുടുംബം, തലമുറ, ഭൗതിക ആവശ്യങ്ങള്, സാമ്പത്തിക രംഗം, ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിരിക്കുന്ന വിഷയങ്ങളുമായി ഞാൻ ദൈവസ്ഥയിൽ ചെല്ലുമ്പോൾ ദൈവം വിഷയങ്ങൾ പരിഹരിക്കും. പക്ഷെ അതിൽ കൂടി ദൈവം നമ്മളോട് ഇടപെടുന്നു, നമ്മളെ സ്പർശിക്കുന്നു, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മെ നവീകരിക്കുന്നു, നമ്മെ ഉണർത്തുന്നു, നമ്മെ മടക്കി വരുത്തുന്നു, നമ്മെ യഥാസ്ഥാപനത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ നികുതി അടച്ചില്ല, ടാക്സ് അടച്ചില്ല ശിമോൻ പത്രോസ് കർത്താവിനോട് വന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞത് അതിനും പരിഹാരമുണ്ട്, പോകാൻ വഴിയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇനിയും പടക് വേണ്ട, വല വേണ്ട, ഒരു ചൂണ്ടലുമായി 10 മീൻ മതി. ഈ ഗലീലെ കടലിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീനുണ്ട്. ഏത് മീനിന്റെ വായിലാണ് ശത്രുതരമായ പണമുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷെ കർത്താവിനറിയാം. എന്റെ ചിന്ത, ശിമോൻ പത്രോസ് ചൂണ്ടലുമായി
കടലിലേക്ക് ഓടിയപ്പോൾ ശിവൻ പത്രോസ് ഈ ചൂണ്ടയുമായി കടലിലേക്ക് ഓടിയപ്പോൾ ചതുർദ്രഹ്മ പണം വായിലില്ലാത്ത എല്ലാ മീനും ആ തീരത്തിന് പിൻവാങ്ങി. പത്രോസിനെ തേടി വന്നത് പണമുള്ള മീൻ പത്രോസിനെ ചൂണ്ടയുമായി കൂട്ടിമുട്ടി. കാരണം ഒരിക്കലും മീന് പണം വേണ്ട, പണം ആവശ്യം ശിമോനാണ്. അവിടെ സംഭവിക്കുന്ന രസകരമായ ഒരു കാര്യം, ഏത് മുഖവിനെ സംബന്ധിച്ച് മീനിന്റെ ഭാരം കയ്യിൽ തൂങ്ങിയാൽ ഉടനെ പണവും ലാഭവും അതിന്റെ വിൽപ്പനയായിട്ടൊക്കെ ഒരു ചിന്ത വരും. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ മീനെ വെറുതെ വിട്ടേക്ക്, മീനിന്റെ വായിൽ നിന്ന് പണം എടുക്കുക. അന്ന് പത്രോസിനെ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു, നിന്റെ ആവശ്യത്തിന് മീൻ നിനക്ക് പണം തന്ന് സഹായിക്കും. മീൻ വിറ്റാൽ പണം കിട്ടുമെന്ന് പത്രോസ് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ അടിയന്തര ആവശ്യത്തിന് മീൻ പണം തരുമെന്ന് അന്നാണ് പത്രോസ് പഠിച്ചത്. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിത ആവശ്യങ്ങളിലൂടെ ദൈവം നിങ്ങളെ ആത്മതലങ്ങളിലേക്ക്, റിയൽ ട്രാൻസ്ഫോർമേഷനിലേക്ക്, കർത്താവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുവാൻ ഓരോ സംഭവങ്ങൾ, ഓരോ വിഷയങ്ങൾ അതിന് കാരണമായി തീരും. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറും. പക്ഷെ കർത്താവിന് ആവശ്യം എന്നെയും നിങ്ങളെയുമാണ്. എന്റെ സമയം, എന്റെ ടാലന്റ്, എന്റെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിനുള്ള സ്ഥാനം എന്നെ കൂടുതൽ ലഭിക്കുവാൻ കർത്താവ് ജീവിത അനുഭവങ്ങളിൽ കൂടി നിരന്തരം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിഷയങ്ങൾ മറന്നേക്ക്, ഭാരങ്ങൾ മറന്നേക്ക്, ആവശ്യങ്ങൾ മറന്നേക്ക്. പ്രവർത്തിക്കുന്ന കർത്താവ് ഓരോ വിഷയങ്ങൾ കൂടി നിങ്ങളോട് ഇടപെടുകയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു ദൈവിക ഇടപെടലിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പലക്കാലവും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.